നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കേരളത്തിൽ UDF എന്ന സംവിധാനം ഉയർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു പ്രധാന നേതാവായിരുന്നു KM മാണി. കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഈ മൂന്ന് പാർട്ടികൾ പ്രധാനമായും UDF എന്ന മുന്നണി സംവിധാനത്തിൽ അതിൻ്റെതായ വിലമതിക്കാനാവാത്ത സംഭാവനകൾ ചെയ്തു എന്നതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം. പക്ഷേ നമുക്കറിയാം, പിന്നീട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDFിലേക്ക് പോവുകയും LDFിൽ ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. മധ്യ തിരുവിതാംകൂറിലെ വോട്ടുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകളൊക്കെ തന്നെ LDFിന് അനുകൂലമാക്കി മാറ്റാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് സാധിച്ചു എന്നാണ് CPMൻ്റെയും പൊതുവിൽ LDFിൻ്റെയും വിലയിരുത്തൽ. ഇപ്പോഴുവരുന്ന ചോദ്യം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അല്ലെങ്കിൽ പാർട്ടി തന്നെ UDFിലേക്ക് പോകാനുള്ള നീക്കം നടത്തുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത എന്നത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് ഇപ്പോൾ LDFിനോട് അല്ലെങ്കിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ KM മാണിയുടെ പുത്രനായ ജോസ് K മാണി. അതായത് ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് വന്ന് അതിലൂടെ UDFിലേക്ക് പോകാനുള്ള ഒരു നീക്കമാണ് അല്ലെങ്കിൽ ഒരു തന്ത്രമാണ് നടത്തുന്നത്, ജോസ് K മാണി നടത്തുന്നതെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും സർക്കാർ അല്ലെങ്കിൽ നിയമസഭാ സ്പീക്കറാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹം അങ്ങനെയൊരു പ്രത്യേക അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം താൻ മത്സരിച്ച് തോറ്റ, അതായത് പാലയിലെ മാണിക്യം KM മാണിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ മാണി C കാപ്പനാണ് അവിടുത്തെ MLA. വലിയൊരു അട്ടിമറിയിലൂടെയാണ് മാണി C കാപ്പൻ അവിടെ വിജയിച്ചത് എന്ന ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ പാല വിട്ട് കടുത്തുരുത്തിയിലേക്കാണ് തൻ്റെ നോട്ടം എന്നാണ് ഇപ്പോൾ ജോസ് K മാണി പറയാതെ പറയുന്നത്. എന്തായാലും PJ ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്ന സീറ്റാണ് കടുത്തുരുത്തി. അതുകൊണ്ട് കടുത്തുരുത്തി സീറ്റ് PJ ജോസഫ് ജോസ് K മാണിക്ക് വിട്ടുകൊടുക്കുമോ UDFിലേക്ക് എത്തിയാൽ എന്നതടക്കമുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തായാലും ഒരു കൂറുമാറ്റം, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മുന്നണി മാറ്റം ജോസ് K മാണി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നടത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും അധികാരം എല്ലാ പാർട്ടികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അധികാരമുള്ള സ്ഥലത്തേക്ക് പോവുക എന്നതാണോ ജോസ് K മാണിയുടെ ഉദ്ദേശം എന്നാണ് പലരും ചോദിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ആണ് അധികാരത്തിൽ വരിക എന്ന പ്രതീക്ഷയാണ് ഈ പാർട്ടികളൊക്കെ വെച്ച് പുലർത്തുന്നതെന്ന് തോന്നുന്നു.